കൈ നോക്കി ഭാവി ഭൂതം വർത്തമാനം പറയുന്നതിൽ കഴിവേറിയായിരുന്നു വിക്രമാദിത്യ ഗാരു. 5 തന്നാൽ 10ന്റെ ഫലം പറയും. അണ്ണൻ ഇന്ദിരാഗാന്ധിയുടെ കൈ വരെ നോക്കി പ്രവചിക്കുന്നു. എല്ലാവരുടെയും കൈരേഖ നോക്കി പറയുന്ന അണ്ണന്റെ കയ്യിൽ രേഖകളില്ലായിരുന്നു. കല്യാണം കഴിഞ്ഞിട്ടില്ല അല്ലേ? എന്തോ ചെയ്ത് രേഖകളെല്ലാം തേഞ്ഞുപോയി. അങ്ങനെ പ്രണയരേഖ ഇല്ലാത്തത് കൊണ്ട് ആരോടും പ്രണയത്തിലാവാതെ അവരുടെ കൈ നോക്കി അവരെ വളച്ച് അവരോടൊപ്പം കളിച്ചു നടക്കുകയായിരുന്നു അണ്ണൻ. ഇതിനിടയിലാണ് ഭ്രാന്ത് ഡോക്ടറായ പ്രേരണയെ കാണുന്നത്. അവൾ നോർമലായ ആൾക്ക് ഭ്രാന്ത് എങ്ങനെ ഉണ്ടാക്കാമെന്നറിയാൻ ഒരു പുസ്തകം എഴുതുന്നുണ്ട് അത്രേ. അതിനുവേണ്ടി ട്രെയിനിൽ യാത്ര ചെയ്യുമ്പോൾ പശു കാടിവെള്ളം കുടിക്കാൻ നിൽക്കുന്നത് പോലെ ട്രെയിനിൽ നിന്ന് തല പുറത്തേക്കിട്ട് നിൽക്കും. അപ്പോഴാണ് സാർ ഭാവി ഭൂതം വർത്തമാനം ഉള്ളത് പറയത്തില്ല, ഇല്ലാത്തത് പറയും, 5 തന്നാൽ 10ന്റെ ഫലം പറയും എന്ന് പറഞ്ഞ് കൈനോട്ടക്കാരൻ വരുന്നത്. അങ്ങനെ അവൾ ഷാളിന്റെ അറ്റം പിടിക്കാൻ അവന് കൊടുക്കുന്നു. അവളെ കണ്ടപ്പോ തന്നെ അടിവയറ്റിൽ മഞ്ഞുള്ള രാവ്. അങ്ങനെ ആ 2 പോത്തുകൾ ആ ചെറിയ ഷാൾ കൊണ്ട് എന്തൊക്കെയോ കോപ്രായങ്ങൾ കാണിക്കുന്നു. അവളുടെ കൂടെ കളിച്ചു നടക്കാൻ വേണ്ടി അട്ട ഒട്ടിയെ പോലെ പിന്നാലെ കൂടുന്നു. ബസ്സിൽ വെച്ചൊരു ക്ലോസപ്പിന്റെ ആഡ്. അങ്ങനെ ഇരിക്കെ അണ്ണന്റെ ഗുരുജിയുടെ കമന്റേഷനിൽ അണ്ണൻ ഒരു വലിയ ബിസിനസ്സുകാരനെ കാണാൻ പോകുന്നു. അയാളുടെ ചാച്ച വാസ്തകേനെ ഹോയെ ചാച്ച വാസ്തേക്ക എന്ന് പറഞ്ഞതും ബിസിനസ്സുകാരൻ ആളെ വിട്ട് ഗാരുവിനെ ആക്രമിക്കുന്നു. അങ്ങനെ അണ്ണൻ കണ്ടം വഴി ഓടുന്ന സമയത്ത് ഒരു ബസ് വന്നിടിക്കുന്നു. ബസ് വന്നിടിച്ച അണ്ണൻ ആംബുലൻസിൽ പോകുമെന്ന് വിചാരിച്ച് നമുക്ക് തെറ്റി. അണ്ണൻ ഒറ്റയ്ക്ക് നടന്നാണ് ഹോസ്പിറ്റലിലേക്ക് പോകുന്നത്. അതും പ്രേരണയുടെ ഹോസ്പിറ്റലിലേക്കാണ് അണ്ണൻ പോകുന്നത്. വലിയ ആക്സിഡന്റ് ആയതുകൊണ്ട് തലയിൽ ഒരു ബാൻഡേജ് മാത്രമേ ഉള്ളൂ. അവിടെ തൊട്ടടുത്തുള്ള ബെഡിൽ സൈബർ ഇന്റലിജൻസ് വിങ്ങിന്റെ കമാൻഡിംഗ് ഓഫീസറായ മേജർ ശ്രീകുമാർ. അങ്ങനെ അവർ കൂടുതൽ അടുക്കുന്നു. അങ്ങനെ ഒരു ദിവസം കൈനോട്ടക്കാരൻ പെണ്ണിന്റെ കൈ നോക്കി പറയുന്നു, ഈ കുട്ടി മരിക്കേണ്ട സമയം കഴിഞ്ഞിരിക്കണു, അതുകൊണ്ട് ഇനി മരിക്കും വരെ ഒടുക്കത്തെ ആയുസായെന്ന്. പഹയൻ പറഞ്ഞു തീരുന്നതിന് മുൻപേ പെണ്ണിന്റെ മൂക്കിൽ നിന്നും രക്തം. ഇപ്പൊ നീ എല്ലട തൊരപ്പ പറഞ്ഞത് പെണ്ണിന് ഒടുക്കത്തെ ആയുസാണെന്ന്. ഹോസ്പിറ്റലിൽ എത്തിയപ്പോൾ ചികിത്സയില്ലാത്ത ബ്രെയിൻ ട്യൂമർ ആണത്രേ അവൾക്ക്. അട ഗൊമ്മാളെ. അങ്ങനെ ഒരു ദിവസം പെണ്ണിനെ അവന്റെ വീട്ടിലേക്ക് അവൻ ക്ഷണിക്കുന്നു. അറിയാലോ എന്തിനായെന്ന്. യാദൃശ്ചികമായി കൈനോട്ടക്കാരന്റെ മുറിയിൽ നിന്ന് ഒരു ബുക്ക് കിട്ടുന്നു. ആ ബുക്കല്ല അവന്റെ ഡയറിയാണ് കേട്ടോ. അണ്ണന്റെ ബുക്ക് വായിച്ചപ്പോൾ അവൾക്ക് സത്യം മനസ്സിലാകുന്നു. ആരെങ്കിലും ഒരാൾ മാത്രമേ ജീവിച്ചിരിക്കുകയുള്ളൂ. അങ്ങനെ ഇരിക്കെ അണ്ണൻ സത്യം പറയുന്നു, എന്റെ കയ്യിൽ രേഖകളില്ല, അതുകൊണ്ട് പ്രണയം വേണ്ട, ചാച്ച വാസ്തകീന ഹുയെ ആണെങ്കിൽ ഓക്കെ ആണെന്ന്. ഇതിനിടയിൽ അവളുടെ അസുഖത്തിന് പുതിയൊരു ചികിത്സ കണ്ടെത്തുന്നു. അങ്ങനെ അണ്ണൻ പറയുന്നു, അവസാനമായി നമുക്കൊന്ന് കളിക്കണ്ടേ, എന്റെ ഒടുക്കത്തെ കളി കൂടെ നീ ഒന്ന് കാണുന്നു പറഞ്ഞ് അവർ 2 പേരും കള്ളനും പോലീസും കളിക്കുന്നു. കളി കഴിഞ്ഞ് അണ്ണൻ നൈസായി ലണ്ടനിലേക്ക് പോകുന്നു. ലണ്ടനിലെത്തിയ അണ്ണന് അവളുടെ ഒരു കുറിപ്പ് കിട്ടുന്നു. അണ്ണൻ ജീവിക്കാൻ വേണ്ടി അവൾ ആത്മഹത്യ ചെയ്യാൻ പോവുകയാണത്രേ. ചാവാൻ പോകുന്ന അവളെ മറ്റൊരു വാഹനം വന്നിടിച്ച് തൂറ്റിക്കുന്നു. ചാവാൻ പോകുന്നവനെ ഇഞ്ചിഞ്ചായി കൊല്ലുന്നോട നാറി. ഇതറിയുന്ന അണ്ണൻ എത്രയും പെട്ടെന്ന് തന്നെ ഇറ്റലിയിലേക്ക് പോകാനായി ശ്രമിക്കുന്നു. ബട്ട് വലിയ കൊടുങ്കാറ്റ് കാരണം വിമാനങ്ങൾ ഇല്ലാത്തതിനാൽ അവൻ കപ്പലിൽ യാത്ര ചെയ്യാൻ തീരുമാനിക്കുന്നു. ആ കപ്പലിന്റെ ക്യാപ്റ്റൻ ആയിരുന്നു മേജർ ശ്രീകുമാർ. അങ്ങനെ കപ്പൽ നടുക്കെത്തിയപ്പോൾ ദേണ്ട സുനാമി. ഈ മുടിഞ്ഞവൻ എവിടെ പോയാലും ഇതാണല്ലോ അവസ്ഥ. ഇതിന്റെ ഇടയിൽ ആരുമില്ലാത്ത കപ്പലിൽ അണ്ണന്റെ ഷോ ഓഫ്. അങ്ങനെ വെള്ളത്തിൽ വീണ അണ്ണൻ എങ്ങനെയോ കരക്കെത്തി. എന്നിട്ട് മൂത്രം പോയ ചെടിയും കഴുകി അണ്ണൻ നേരെ ഹോസ്പിറ്റലിലേക്ക്. അവിടെ അവളുടെ ഓപ്പറേഷൻ സക്സസ്. ഒടുക്കം അണ്ണൻ ഒരു പൂ കൊടുത്ത് പ്രപ്പോസ് ചെയ്യുന്നു.